ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിൽ നിന്ന് തുടങ്ങാം. ഹർഷ, നമുക്ക് അതായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഹാപ്പനിംഗ് അവസിലെ വാർത്ത, അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണച്ച് നിർണായക രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ സുധാകരൻ സജീവമായിട്ടുണ്ട്. അമൽ സുരേന്ദ്രനുണ്ട്. അതെ അമൽ, ഈ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതിൽ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഡി സുഗതൻ ആ കാര്യത്തിൽ ഒരു എതിർപ്പറിയിക്കുകയൊക്കെ ചെയ്തു പ്രാദേശിക നേതാക്കൾ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൃത്യമായ തീരുമാനമുണ്ടായിരിക്കുന്നു. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, ജി സുധാകരന് പിന്തുണയായിരിക്കും കോൺഗ്രസ് കൊടുക്കുക എന്ന്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജി സുധാകരന്റെ വീടിന് മുന്നിലാണ്. ഇപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. മറ്റ് മണ്ഡലത്തിലെ ഒരു സന്ദർശനത്തിനും മറ്റുമായി അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതായാലും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരൻ ഉയർത്തിയ വെല്ലുവിളികൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരന്റെ ഒരു നിമിഷം അമൽ തുടരാം. അതിനു മുമ്പ് നമ്മൾ കാണുന്ന ഹർഷ തത്സമയ ദൃശ്യങ്ങളാണ് കേട്ടോ. അതായത് അദ്ദേഹത്തിന്റെ കാറിൽ പുറത്തേക്ക് പോവുകയാണ് ജി സുധാകരൻ, അല്ലേ? അതെ, സജീവമായിരുന്നു പൊതുപരിപാടികളിലൊക്കെ. MSF-ന്റെ ഇഫ്താറിൽ പങ്കെടുത്തു, ക്ഷേത്രത്തിൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അദ്ദേഹം ഇന്നിപ്പോ വീണ്ടും പരിപാടികളിലേക്ക് തന്നെ ആയിരിക്കും കടക്കുക. അതെ, അദ്ദേഹം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കാണുക പോലുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ UDF പിന്തുണ എന്നത് അദ്ദേഹത്തിന്റെ കൂടെ സമ്മതത്തോടെയാണെങ്കിൽ UDF രംഗത്തുള്ള ആളുകളെ കാണുക എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അമൽ തുടരാം. സനീഷ്, ഏതായാലും ഇന്നലെ തന്നെ മണ്ഡലത്തിൽ സജീവമാവുകയായിരുന്നു ജി സുധാകരൻ. അതിന്റെ ഭാഗമായാണ് ഇന്നലെ MSF സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും പിന്നീട് അതിനുശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തി. ഇന്നും ഈ മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളോടെല്ലാം സംസാരിക്കുകയായിരുന്നു. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരൻ അറിയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ തന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് യാതൊരു തരത്തിലുള്ള പോസ്റ്ററുകളോ അല്ലെങ്കിൽ ചുവരെഴുത്തുകളോ ഒന്നും ഉണ്ടാകാതെ വലിയ രീതിയിലുള്ള ബഹളങ്ങളില്ലാതെ ഒരു മത്സരമാണ് നടത്തുന്നത് എന്നാണ്. പ്രത്യേകിച്ചും CPM-ലെ ചില നേതാക്കന്മാരുമായിട്ട് ജി സുധാകരന് ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ അവഗണിക്കുന്ന കാലങ്ങളായിട്ടുള്ള അദ്ദേഹം നേരിട്ട അവഗണനയ്ക്ക് എതിരായിട്ടുള്ള ഒരു വിപ്ലവാത്മകമായ ഒരു സമീപനമായിരുന്നു. സഖാവ്, എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാമോ? എന്തെങ്കിലും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോവാണോ? അദ്ദേഹം പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഏതായാലും ഈ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായപ്പോൾ അത് അമ്പലപ്പുഴയിൽ CPM-ന് ഉയർത്തുന്ന വെല്ലുവിളികൾ ഒട്ടും ചെറുതല്ല എന്ന് രാഷ്ട്രീയ കേരളം ഒന്നാകെ വിലയിരുത്തുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് 200 മീറ്റർ മാത്രം അപ്പുറത്ത് വെച്ചാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രകടനവും അതിനെ സംബന്ധിച്ചിട്ടുള്ള സമ്മേളനവും എല്ലാം ഉണ്ടായത്. വലിയ രീതിയിൽ CPM നേതാക്കൾ അദ്ദേഹത്തെ, മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ഒരു വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ താൻ ഒരു തരത്തിലും വ്യക്തിപരമായിട്ട് ഈ പാർട്ടി നേതാക്കന്മാരെ ആക്രമിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യം തന്നെ ജി സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും തനിക്ക് നേരിട്ട അവഗണനകളെക്കുറിച്ച് വ്യക്തമായ ഒരു കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനവും ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ UDF പിന്തുണ ജി സുധാകരന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയപരമായി തന്നെ CPM-ന് ഒരു ആയുധമാക്കി ഉപയോഗിക്കാനായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ CPM ശ്രമിക്കുക. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായി നടത്തിയത് ജി ഭുവനേശ്വറിന്റെ പേരടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ അടക്കം ജി സുധാകരൻ തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കുന്നു, ചരിത്രത്തെ തമസ്കരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് ഭുവനേശ്വറിനെ കുറിച്ച് പറയാൻ മറ്റാർക്കും അർഹതയില്ല എന്നും തന്റെ വീട്ടിലെ ആഞ്ഞിലി വെട്ടിയാണ് ആ ഒരു കേസ് നടത്തിയത് എന്നതടക്കമുള്ള വൈകാരികമായുള്ള പ്രകടനങ്ങളായിരുന്നു ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരു നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് UDF പിന്തുണയ്ക്കുമെന്ന കാര്യം ആദ്യമൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതായിരുന്നു. പ്രത്യേകിച്ചും UDF ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് അമ്പലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ഒഴിച്ചിടൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ച നേതാക്കന്മാരോടെല്ലാം പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു സീറ്റ് കൂടി നിങ്ങൾ പറയണം, അമ്പലപ്പുഴ തൽക്കാലം ഒഴിച്ചിടുകയാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമ്പോൾ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടായ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. ആ ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത് ഈ പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരണമെന്നും പക്ഷേ പിണറായി സർക്കാർ മൂന്നാമതും വരണമെന്ന് താൻ കരുതുന്നില്ല എന്നുമായിരുന്നു ജി സുധാകരന്റെ ഒരു അഭിപ്രായ പ്രകടനം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. അതിനോട് യോജിക്കുവാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പല നേതാക്കന്മാർക്കോ സാധിച്ചില്ല. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പവും അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ജി സുധാകരനെ പിന്തുണയ്ക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യമടക്കം കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നമുക്കറിയാവുന്നതാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന്
ഇത്തരത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ശരി, അമൽ, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. കൂടുതൽ വിവരങ്ങൾ നിശ്ചയമായിട്ടും ആവശ്യമുണ്ട്. കാരണം